ചെറിയൊരു ഉച്ചമയക്കം കഴിഞ്ഞ് ഞാനും ഇച്ചായി എഴുന്നേറ്റ് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്കും കയറി. ഇച്ചായി ഫുട്ബോൾ പ്രാക്ടീസിനും പോയിട്ടാ. നമ്മൾ പെണ്ണുങ്ങൾ രാവിലെ എഴുന്നേറ്റ് കിച്ചണിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാ പണിയും കഴിഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്കും പുറം പണിയായി. അത് കഴിഞ്ഞ് ഉച്ചക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഒരു ഇത്തിരി നേരം ഇതേപോലെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും പിന്നെയും പണി വരും. ഇതേപോലെ ചവറ് തൂക്കാനും അതും ഇതൊക്കെ. എനിക്കും ഇതേപോലെ വൈകുന്നേരം കുറച്ച് പണികളൊക്കെ കാണും കേട്ടോ. പിന്നെ പണി തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാളുണ്ടല്ലോ, നമ്മുടെ റോണോ. ഞാൻ ഇതേപോലെ ചവറെല്ലാം അടിച്ചു കൂട്ടി എവിടെയെങ്കിലും ഭദ്രമായിട്ട് വെക്കുമ്പോഴത്തേക്കും അവൻ വന്ന് അതെല്ലാം കൊളോക്കി തരും. എന്താ ഭയം ഉള്ളത് കൊണ്ട് റോണോനെ ഞാൻ നൈസായിട്ട് പൂട്ടിയിട്ടു. ഇല്ലെങ്കിൽ ഈ കൂട്ടി വെച്ചേക്കണ എല്ലാം അവൻ കൊളോക്കി തരും. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ചവറ് കൂട്ടിയതൊക്കെ കൊണ്ടുപോയി കത്തിച്ചു. പിന്നെ റോണോന്റെ ഫുഡ് റെഡിയാക്കണം. പിന്നെ ടെറസിന്റെ മേളിൽ ചെറിയൊരു കുഞ്ഞ് കൃഷി തുടങ്ങിയേക്കണോണ്ട് അതിനെല്ലാം വെള്ളമൊക്കെ ഒഴിക്കണം വൈകുന്നേരം ആകുമ്പോൾ. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ലൈറ്റ് ഇടണം. അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങൾ നമ്മൾ വീട്ടിലിട്ടിട്ടുണ്ട്. ഇനി വീടിന്റെ മേളിൽ കുറച്ച് ലൈറ്റ് ഇടാനുണ്ട്. പിന്നെ മരത്തിൽ കുറച്ചുകൂടി ലൈറ്റുകൾ വാങ്ങിയിടാനുണ്ട്. അപ്പം എനിക്കിതെല്ലാം പോരാ എന്നാണ് ഞാൻ ഇച്ചായനോട് പറയുന്നത് കേട്ടോ. നമ്മൾ ഇട്ടേക്കണ ഈ ലൈറ്റെല്ലാം കാണാൻ വേണ്ടിയിട്ട് ജോഷിച്ചേട്ടനും നീനയും പൊന്നും ടുക്കപ്പനും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കണേണ് ഞാനും ഇച്ചായും. അപ്പോൾ കുറച്ച് ലൈറ്റ് അവർ മഞ്ഞക്കാലം മുമ്പ് ഇവിടെ റെഡ് ലൈറ്റ് കയറ്റാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ.